ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുത്തുനബിയുടെ സ്വഭാവങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവിടുത്തെ സ്വഭാവം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വയംഫുദുൽ ഹഖ്ഖ, അവിടുന്ന് ഹക്ക് മാത്രമേ നടപ്പാക്കാറുള്ളൂ. അസത്യത്തിന് കൂട്ടുനിൽക്കുന്ന സ്വഭാവം അവിടത്തേക്ക് ഇല്ല. ആരെന്ത് പണം നൽകിയാലും അസത്യത്തിന് വേണ്ടി വാദിക്കുക അതില്ല. സത്യം മാത്രമാണെന്ന് ഉറപ്പുള്ളത് മാത്രമേ നടപ്പാക്കാറുള്ളൂ. അത് അവിടത്തേക്ക് അപകടമാണ് ആ സത്യം നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്ന് ആയാൽ പോലും, അല്ലെങ്കിൽ സ്വഹാബത്തിന് അത് അപകടമാണ്, അവിടുത്തെ അനുയായികൾക്ക് അപകടമാണെന്ന് ആയാൽ പോലും അവിടുന്ന് സത്യം നടപ്പാക്കാൻ ശ്രമിക്കും. വാറദാലൈഹിൽ ഇന്തിസാറ ബിൽ മുശ്രിക്കീന അലൽ മുശ്രിക്കീന വഹുവ ഫീ ഖില്ലത്തി വഹാജത്തിൻ, അവിടുന്ന് അവിടുത്തെ ശത്രുക്കളായ ആളുകളെ അവിടുത്തെ ഇനിയിപ്പോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നാൽ ശത്രുവിന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിന്റെ ചതി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാറുണ്ട്. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തുടരുകയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വകാന യുഅസ്സിബുൽ ഹജറ അലാ ബത്നിഹി മറത്തൻ മിനൽ ജൂഅ്, പലപ്പോഴും വിശപ്പ് കാരണത്താൽ ഭക്ഷണം കിട്ടാത്ത ഘട്ടത്തില് ഭക്ഷണം വിശന്നിട്ട് വയറിന്റെ മുകളിൽ കല്ല് കെട്ടിവെക്കാറുണ്ട്. കല്ലിന്റെ തണുപ്പെങ്കിലും വയറിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ടോ മറ്റോ അവിടുത്തെ വയറിന്റെ മുകളിൽ വിശപ്പ് കാരണം കല്ല് വെച്ച് കെട്ടാറുണ്ട്. അവിടുന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അവിടുന്ന് ആരെങ്കിലും സന്തോഷത്തോടെ നൽകിയാൽ അതൊരിക്കലും അടക്കാറില്ല. ഏത് ഭക്ഷണമാണോ കിട്ടുന്നത് അതങ്ങ് അവിടുന്ന് കഴിക്കും. അത് ഹലാലായാൽ മതി. റൊട്ടിയില്ല, അല്പം കാരക്ക മാത്രം കിട്ടിയാൽ അത് മതി എന്ന് വെക്കും. എങ്കിൽ ആ റൊട്ടി കിട്ടണം, എനിക്ക് മറ്റേത് കിട്ടണം, എനിക്ക് വലിയ സാധനം കിട്ടണം, എന്നാലേ ഞാൻ തിന്നുള്ളൂ. അങ്ങനെയില്ല, മറിച്ച് ചെറുതാണെങ്കിൽ കിട്ടിയത് ഭക്ഷിക്കുന്നതാണ്.